അപ്പോൾ ഈ കിടന്ന് തിളക്കുന്ന സാധനം എന്താണെന്ന് അറിയാം, നമ്മളെ കോളിഫ്ലവർ ആട്ട. ഇന്ന് ചില്ലി ഗോപിയാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് തിളപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇതിലുള്ള അണുക്കളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. ലേശം മഞ്ഞപ്പൊടി ഇട്ടിട്ട് നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കുന്നത് കേട്ടോ. തിളപ്പിച്ച് ഊറ്റിയ കോളിഫ്ലവറിലേക്ക് നമ്മൾ 1 കപ്പ് മൈദയും 1/2 കപ്പ് കോൺഫ്ലവറും പിന്നെ അതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1 ടേബിൾ സ്പൂൺ സോയാ സോസും നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടതിന് ശേഷം കുറച്ച് ചില്ലി പൗഡറും അതിലേക്ക് കുറച്ച് നമ്മളെ കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, നന്നായിട്ട് ഇതൊന്ന് ഈ മാവൊക്കെ ഇതിലൊന്ന് കോട്ടാവുന്ന വരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അത് എന്ത് ചെയ്യണം, നമുക്ക് നന്നായിട്ട് ക്രിസ്പി ആയിട്ടൊന്ന് പൊരിച്ചെടുക്കണം. അതാണ് ഇതിൻ്റെ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത്. നല്ല ചൂടായ എണ്ണയിലോട്ടിട്ട് നമ്മളിത് കറുമുറാന്ന് നല്ല പൊരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ എത്രത്തോളം ക്രിസ്പി ആവുന്നു അത്രത്തോളം നമ്മളെ കറിക്ക് സ്വാദ് കൂടുവേ. നമ്മൾ ഈ വറുത്തെടുക്കുന്ന സമയത്തെ അതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് നല്ലൊരു ഫ്ലേവർ തരും നമ്മളെ ചില്ലി ഗോപിയിലിട്ടാ. നമ്മുടെ കോളിഫ്ലവർ മൊത്തം ഇവിടെ വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്തതിന് ശേഷം ഒരു ലേശം കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമുള്ളത് സവാളയാണ്. അത് ഞാൻ ഈ ഷേപ്പിലാണ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ശേഷം നമുക്ക് വേണ്ടത് കുറച്ച് നമ്മളെ ക്യാപ്സിക്കാണ് കേട്ടോ. അപ്പോൾ ആ ക്യാപ്സിക്കും ഞാൻ അതേ ഷേപ്പിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യം ചില്ലിയാണ്. നമ്മളെ കുറച്ച് ഗ്രീൻ ചില്ലി നമുക്ക് ആഡ് ചെയ്യാം. അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് നമുക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് ചെറുങ്ങനെ വഴറ്റിയെടുക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ടതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് കുറച്ച് സോയാ സോസ് ആഡ് ചെയ്യാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ സോയാ സോസും 1 ടേബിൾ സ്പൂൺ ചില്ലി സോസുമാണ് ഞാനിവിടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ടൊമാറ്റോ കെച്ചപ്പാണ്. അതും ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സോസും കെച്ചപ്പൊക്കെ നമുക്ക് ആഡ് ചെയ്തതിന് ശേഷം ഈ വെജിറ്റബിളിൻ്റെ പച്ചമണം മാറുന്ന വരെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമുള്ളത് ഒരു ലേശം ക്രഷ്ഡ് ചില്ലിയാണ്. അപ്പോൾ ഞാനൊരു 4 പീസ് നമ്മുടെ കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട്. അതൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യണം. എന്നിട്ട് നന്നായിട്ട് എന്ത് ചെയ്യുക, നമ്മളെ പൊരിച്ച് വെച്ചിട്ടുള്ള കോളിഫ്ലവർ മൊത്തം നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമ്മളെ ഈ വെജിറ്റബിളും മസാലകളും ഇതിലേക്ക് ചേരുന്ന വിധത്തിൽ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് 2 മിനിറ്റ് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിക്കാം. ആൾറെഡി കോളിഫ്ലവർ നമ്മൾ വേവിച്ചതാണ്, അതുകൊണ്ട് അധികം വേവില്ല. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് മല്ലിയില തൂവി കൊടുക്കുക, കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ എന്ത് ചെയ്യുക, കഴിക്കുക. അപ്പോൾ എല്ലാവരും ഇതേപോലെ തമ്പനയിൽ അഭിപ്രായം രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു.